എന്നെ ക്ഷണിച്ചതുപോലെ തന്നെ ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ കത്തിലെ വാചകം എനിക്കറിയില്ല. ഞാൻ പുളിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹം അധ്യാപകനായിരുന്നു. അങ്ങനെ തങ്ങൾ വന്നു ചേർന്നതോടുകൂടി അതിന് വരേണ്ടുന്ന ഒരാൾ തന്നെയാണ് വന്നതെന്ന് ചരിത്രം അടയാളപ്പെടുത്തുകയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി, ജമാഅത്തെ ഇസ്ലാമിയുടെ അക്കൗണ്ടന്റ്, ജമാഅത്തെ ഇസ്ലാമിയുടെ കണക്ക് സൂക്ഷിപ്പുകാരൻ, ആ അർത്ഥത്തിലൊക്കെ 100% തങ്ങൾ ഫിറ്റായിരുന്നു. ഇപ്പോൾ തങ്ങൾക്ക് വയ്യ, എനിക്കും കുരുക്കൾക്കും വയ്യ. ഞങ്ങളൊക്കെ ഇനി ചെയ്യേണ്ടതെന്നാണെന്ന് പറഞ്ഞാൽ, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതെന്നാണെന്ന് ചോദിച്ചാൽ സാന്നിധ്യം. അതിന് നിങ്ങൾക്ക് വേണ്ടത്ര പുകഴ്ത്താം. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കേട്ടു നിൽക്കാം. പിന്നെ സൗമനസ്. നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ തങ്ങളെപ്പറ്റി മാത്രം ഞാൻ ഒരു വാക്ക് പറയാം. എല്ലാ കൗമിനും അവരുടേതായ തങ്ങളുണ്ട്. ലികുല്ലി ഖൗമിൻ സയ്യിദുഹു വലനാ സയ്യിദുന. അപ്പൊ വേണമെങ്കിൽ നമുക്കും കിടക്കട്ടെ ഒരു തങ്ങൾ. പക്ഷെ നമ്മുടേതായ അർത്ഥത്തിലാണ്. ആരും വല്ലാതെ അങ്ങോട്ട് വലിയ അർത്ഥത്തിലൊന്നും പോകേണ്ടതില്ല. നമുക്ക് തങ്ങളുണ്ടായാലും നമുക്ക് കുരുക്കളുണ്ടായാലും ഒക്കെ അതിനൊക്കെ ഒരർത്ഥമൊക്കെ ഉണ്ട്. ആ അർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന്റെ തങ്ങളായിട്ട് നമുക്ക് തങ്ങളെ ഇവിടെ ഇരുത്താം. അങ്ങനെ ആ സ്ഥാനമാണ് ഞങ്ങൾക്കിപ്പോൾ വേണ്ടിയിരിക്കുന്നത്. എന്നാലും ഈ അന്ത്യപ്രണാമം എന്ന മുഖ്യപ്രഭാഷണം എന്റെ തലയിൽ വെച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പത്രത്തിൽ, പ്രബോധനം പത്രത്തിൽ യുവാവായ സദറുദ്ദീൻ പഴയ ഞങ്ങളുടെ കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചപ്പോൾ അത് ഒന്ന് എന്നിൽ നിന്ന് മോഷ്ടിച്ചതാണോ എന്നെനിക്ക് ബലമായിട്ട് സംശയമുണ്ട്. കാരണം ഞാൻ പറയാതെ എങ്ങനെ തിരിഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ആർക്കെവിടെന്നെങ്കിലും സോഴ്സ് വിവരം കിട്ടട്ടെ. അതിലൊന്ന് എന്റെ ജ്യേഷ്ഠന്റെ വിവരമാണ്. എന്നാൽ അത് എന്റെ ജ്യേഷ്ഠന്റെ വിവരം മാത്രമല്ല, ഹൽക്ക അമീറും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, എന്റെ ജ്യേഷ്ഠൻ കുഞ്ഞഹമ്മദ് ഞാൻ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുമ്പേ പ്രസ്ഥാനത്തിൽ വന്ന യുവാവ്. അദ്ദേഹത്തിന് ശാന്തപുരം സമ്മേളനത്തിൽ വലിയ രോഗമുണ്ടായി, മനോരോഗമുണ്ട്. അതിനു മുമ്പത്തെ യുവത്വത്തിന്റെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പ്രബോധനത്തിന്റെ വരിക്കാരനും വായനക്കാരനും മാത്രമല്ല, അതിന്റെ വിൽപ്പനക്കാരൻ, ഏജന്റ് കൂടി ആയിരുന്നു. അപ്പോൾ പ്രബോധനം പുറപ്പെട്ട് അത് തപാലിൽ അയച്ചാൽ 2 ദിവസമോ മറ്റോ താമസം വരും. ഇടയ്ക്ക് ഞായറാഴ്ച കഴിഞ്ഞാൽ 3 ദിവസമാണ്. 3 ദിവസം പോയിട്ട് 3 മണിക്കൂർ പോലും അച്ചടിച്ച പ്രബോധനം കയ്യിൽ കിട്ടാതെ കാത്തു നിൽക്കുക സാധ്യമല്ല. ഒരുപാട് ആളുകൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ജ്യേഷ്ഠൻ കുഞ്ഞഹമ്മദ് പത്രം ഇവിടെ പുറത്തിറങ്ങുന്ന അതേ രാത്രി ഹാജരാകുന്നു. അങ്ങനെ നേരം പുലരുമ്പോൾ പത്രത്തിന്റെ കെട്ടുമായിട്ട് തിരിച്ചു പോകുന്നു. ഇത് വടകരയിലിറങ്ങി ആയഞ്ചേരി എന്ന പ്രദേശത്ത് ഏതാണ്ടൊരു 75 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ്, ഒരുപക്ഷെ അതിൽ 100 മീറ്റർ ഉണ്ടോ എന്നെനിക്ക് സംശയം, അവിടെ നിന്നാണ് ഈ വരുന്നത്. ഈ കെട്ടിൽ 10 പ്രബോധനമോ 15 പ്രബോധനമോ ഉണ്ടായിരിക്കാം. ഇത് തന്റെ സ്വന്തം നാട്ടിൽ ചെലവാക്കാനൊന്നും കഴിയില്ല. അവിടെ 2ഓ 3ഓ പോകും. മറിച്ച് വടക്കോട്ട് ഇവിടെ സമ്മാനം കിട്ടിയ വളപട്ടണത്ത് വരെ അദ്ദേഹം പോയിരുന്നു. വളപട്ടണത്തുകാർ മനസ്സിലാക്കണം, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരു തലമുറ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, എടയൂരിൽ നിന്ന്, വളാഞ്ചേരിയിൽ നിന്ന് പ്രബോധനം വാങ്ങി നാട്ടിലൊന്ന് പോയി വളപട്ടണം വരെ ചെന്ന് വിറ്റ് കടം പിടിച്ചിട്ടാണ് ഈ പ്രബോധനം ചെലവായിട്ടുള്ളത്. കടം പിടിക്കൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ചുരുക്കം ചിലർ
ഇസ്ലാമിയത്തൊന്നും വേണ്ടത്ര വന്നിട്ടില്ലാത്ത ചിലർ പത്രം വാങ്ങിയ കാശ് മടക്കിക്കൊടുക്കാൻ അത്ര താല്പര്യം കാണിക്കുകയില്ല, മറന്നുപോകും. ചിലർ കൊടുക്കാതെയുമൊക്കെ ഇരിക്കും. ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ അതൊക്കെ കടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേ അവസരത്തിൽ ഏത് സാഹചര്യത്തിലാണ് ജ്യേഷ്ഠൻ കുഞ്ഞഹമ്മദ് വീട്ടിൽ നിന്ന് വരുന്നതെന്ന് ഒരു വിദ്യാർത്ഥിയായ എനിക്ക് ഇക്കാര്യത്തിലൊന്നും ഇടപെടാതെ കാര്യം മനസ്സിലാക്കാൻ നല്ല ബോധ്യമുണ്ടായിരുന്നു. ഉമ്മയുടെ ഏറ്റവും ഒടുവിലത്തെ വലത് കൈയിലെ വള വാങ്ങി പണയം വെച്ച് കിടക്കുന്നു. ഏറ്റവും നല്ല ഒരു കറവപ്പശു കടക്കാരന് ഒരു ഭാഗം വീട്ടാൻ വേണ്ടി വിറ്റ് കൈമാറുന്നു. വീട്ടിലെ ചില ഇളകുന്ന ഓട്ടുപാത്രങ്ങളൊക്കെ നിസ്സാര വിലക്ക് വിൽക്കേണ്ടി വരുന്നു. ഇങ്ങനെ യുദ്ധാനന്തരമുള്ള റേഷൻ കാലത്തിന്റെ പ്രാരബ്ധങ്ങൾക്ക് പരിവർത്തങ്ങൾക്ക് നടുവിൽ സ്വന്തം കീശയിൽ നിന്ന് ഈ കടപ്പെട്ട കാശെടുത്ത് എടയൂരിൽ വന്ന് പത്രവും വാങ്ങി തിരിച്ച് വളപട്ടണത്ത് പോയിട്ട് ആണ് പ്രബോധനത്തിന് ആൾക്കാരെ ഉണ്ടാക്കിയത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. ഇതൊരു കുഞ്ഞഹമ്മദിൽ ഒതുങ്ങിയ സംഭവമല്ല. ഒരുപാട് യുവാക്കൾ, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഇങ്ങനെ കാത്തുനിൽക്കാൻ ക്ഷമയില്ലാതെ ഓഫീസിൽ വന്ന് പത്രം വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടെ സദറുദ്ദീൻ എഴുതിയത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. താജുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഒരു പഴയ സൈക്കിളും താജുദ്ദീൻ ഈ പ്രബോധനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ട്രാവലിംഗ് ഏജൻസിയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിന്റെ അതിരാണ് പത്രത്തിൽ പറഞ്ഞെന്ന് തോന്നുന്നു. കോയമ്പത്തൂരിലും അദ്ദേഹം പോകാറുണ്ടായിരുന്നു. അവിടെ മലയാളികൾ കൂടുതലുണ്ട്. അങ്ങനെ നടന്ന് സൈക്കിളിൽ യാത്ര ചെയ്ത് പത്രം കൊണ്ടുപോയ ഒരു തലമുറയുടെ പാരമ്പര്യമാണ് ഇന്ന് നമ്മൾ 60ാം വാർഷികമായിട്ട് ആഘോഷിക്കുന്നത്. ചിലത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. താജുദ്ദീൻ സാഹിബ്, അദ്ദേഹം ഗിർറുൻ കരീമുൻ, ശുദ്ധനായ ഒരു വിശ്വാസിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ എന്നോട് പറഞ്ഞു, പൊന്നാനിയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ കല്യാണമുണ്ട്, അതിന് നിങ്ങൾ ഒരു ഖുതുബ പ്രസംഗം ചെയ്യണം. മനസ്സ് വെച്ചാൽ എനിക്കൊരു നല്ല ഖുതുബ പ്രസംഗമൊക്കെ ചെയ്യാൻ കഴിയും. ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിച്ചു, താജുദ്ദീൻ സാഹിബ് കല്യാണക്കാരൻ എന്നെ ക്ഷണിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഒരു പ്രശ്നമല്ല, അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു, നിങ്ങൾ പ്രസംഗിച്ചാൽ. അപ്പോൾ കല്യാണത്തിന്റെ അഭിമാനബോധമൊന്നും എന്റെ ആദർശ തീവ്രതയ്ക്ക് മുമ്പിൽ തലയുയർത്തി നിന്നില്ല. ഞാൻ സമ്മതിച്ചു. അവസാന നിമിഷം വരെ വല്ല കത്തും വരുമോ എന്ന് കാത്തുനിന്ന്. നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ പറയണം. വന്നില്ല. അപ്പൊ അവിടെ സൈനുദ്ദീൻ, പൊന്നാനിയിലെ സൈനുദ്ദീൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. സൈനുദ്ദീനെയും കുട്ടി ഞാൻ താജുദ്ദീൻ സാഹിബിന്റെ നാടാകുന്ന എടപ്പാളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ അനുജന്റെ പീടികയിൽ കയറി ഈ സംഗതി വല്ലതും അവിടെ ഉണ്ടോ, കുളം കത്തുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ചായ കഴിച്ചു. അവിടെ ഒരു വിവരവുമില്ല. ഇക്ക അവിടെ പോയി, ഒരു കല്യാണമുണ്ട്, അവിടെ പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങളെന്താ ചെയ്യേണ്ടത്? എന്തായാലും കല്യാണമുള്ള ഭാഗത്തേക്ക് നടക്കുക എന്ന് തീർച്ചപ്പെടുത്തി. ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ബുദ്ധി പറയുന്നു ചെയ്യരുത് എന്ന്. പക്ഷെ ഇഷ്ക് പറയുന്നു അഗ്നിയിൽ എടുത്തു ചാടുക എന്ന്. അതുകൊണ്ടാണ് എനിക്ക് അല്ലാമ ഇഖ്ബാലിന്റെ ഈ ഇഷ്ക് ശാസ്ത്രം വല്ലാതെ തലയിൽ കയറിയിട്ടുള്ളത്. ന്യായപ്രമാണം കൊണ്ട് ഇബ്രാഹിം നബിക്ക് തീയിൽ ചാടാൻ കഴിയില്ല. ബുദ്ധി ചാടരുത് എന്ന് മാത്രമേ പറയുകയുള്ളൂ. എടുത്തു ചാടൂ എന്ന് പ്രേമം പറഞ്ഞെങ്കിലേ ചാടുകയുള്ളൂ. മകനറുക്കണമെങ്കിൽ ബുദ്ധിക്ക് അവിടെ പ്രവേശനമില്ല, ബുദ്ധി മാറിക്കൊള്ളുക എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ ക്ഷണിക്കപ്പെടാത്ത കല്യാണത്തിന് അവസാനത്തെ സന്ദർഭത്തിലും ഞാൻ എന്റെ ഈ ത്യാഗം എനിക്ക് ചേർന്നതായിരിക്കും, കല്യാണത്തിലൊക്കെ ഒതുങ്ങിയതാണത്. അപ്പോഴുണ്ട് താജുദ്ദീൻ സാഹിബ് ഇങ്ങോട്ട് വരുന്നു. അസ്സലാമു അലൈക്കും, വിഷമിക്കരുത്, അവിടെ നടക്കൂല.
സാധാരണഗതിയിൽ പിന്നെ ഞാനും താജുദ്ദീൻ സാഹിബും ഒരു പ്രസ്ഥാനത്തിലുണ്ടാവും. പക്ഷെ എനിക്കറിയാം അൽ മൂമിനു ഗിർറുൻ കരീമും, അദ്ദേഹം വളരെ ശുദ്ധനായ ഒരു സത്യവിശ്വാസിയാണ്. ഞാനും അല്പം ശുദ്ധനായതുകൊണ്ടാണല്ലോ പോയത്. നിങ്ങൾ ആരെങ്കിലും പോവോ? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ പറയാനൊക്കെ കഴിയും. അങ്ങനെ ഒരു തലമുറ ഈ പ്രബോധനം കെട്ടിപ്പടുത്തു. തങ്ങൾ വന്നു, അതോടുകൂടി അതിൻ്റെ എല്ലാ ഭരണപരമായ കാര്യങ്ങളും അടുക്കിലും ചിട്ടയിലും വന്നു. ഞാനും ഹാജി സാഹിബും തമ്മിൽ നല്ല ദ്വന്ദ്വ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ശാരീരികമായി എനിക്ക് കുരുക്കൾ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പോലും സാധ്യമല്ല. പക്ഷെ ശാരീരികമല്ല സമരം, ആദർശപരമാണ്. പല കാര്യങ്ങളും ഞങ്ങൾ ഒന്നിച്ചെഴുതേണ്ടതുണ്ട്. അങ്ങനെ ഒന്നിച്ചെഴുതുമ്പോൾ ഓരോ വാക്കിലും ഒരു യുദ്ധമാണ് നടക്കുന്നത്. ഒരിക്കൽ എഴുതി മൗലവിയും ജമാഅത്തിന് നേരെ 17 പേജിൽ പഴയ പ്രബോധനത്തിൽ അത് കിടക്കുന്നു. ഓരോ വാക്കിലും തർക്കമാണ്. MCC അബ്ദുറഹിമാൻ മൗലവിക്കാണ് എഴുതേണ്ടത്, ചില്ലറക്കാരനല്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാജി സാഹിബ് പറഞ്ഞു, മൗലവിയുടെ കാര്യം ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരുന്നു, നിന്റെ കാര്യമാണിപ്പോൾ പ്രയാസം. മൗലവിയെ എങ്ങനെയെങ്കിലും ഞാൻ കൈകാര്യം ചെയ്യുമായിരുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒരുപാട് തർക്കിക്കും. പിന്നെ അതൊക്കെ കഴിയും. ഹാജി സാഹിബിന്റെ കരുത്തുറ്റ ഒരൊറ്റ പുഞ്ചിരിയിൽ ഏത് പ്രസ്ഥാനക്കാരന്റെ ഹൃദയവും അലിഞ്ഞുപോയി. അത്ര ആത്മാർത്ഥതയുള്ള ആഴം കണ്ട പുഞ്ചിരിയാണ്. അതുകൊണ്ടാണ് വളാഞ്ചേരിയിലെ ഒരു ബീഡിക്കാരൻ നാടൻ പ്രവർത്തകൻ കണ്ണീരും പുഞ്ചിരിയും എന്ന നാടകം അക്ഷരമറിയാതെ എഴുതിപ്പോയത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. ഹാജി സാഹിബിന്റെ പുഞ്ചിരി കണ്ടാൽ ഏത് സഹപ്രവർത്തകനും പ്രസ്ഥാന പ്രവർത്തകനും കണ്ണുനീര് വരും. ആ നാടകത്തിന്റെ വിഷയം വേറെയാണെങ്കിലും ഇപ്പോൾ ഞാൻ അതിന് ഈ അർത്ഥം കൽപ്പിക്കുകയാണ്. അതിനു മുമ്പോ അതിന് ശേഷമോ മലയാളത്തിൽ ഒന്നും എഴുതിയിട്ടില്ലാത്ത ഒരു കുഞ്ഞമ്മദ്, KB കുഞ്ഞമ്മദ് കണ്ണീരും പുഞ്ചിരിയുമെന്ന അന്തസ്സായിട്ട് വായിച്ചു പോകാവുന്ന ഒരു നാടകം എഴുതുകയുണ്ട്. എന്താണ് ഇതിന്റെ പ്രചോദനമെന്ന് ചോദിച്ചാൽ ഒരാദർശത്തിന് വേണ്ടിയുള്ള ഭ്രാന്ത് എന്നാണ്. ഭ്രാന്തി എന്ന വാക്ക് ഇവിടെ അർത്ഥം ഇഷ്ക് എന്നാണ്. മലയാളത്തിൽ പ്രേമം എന്ന് പറഞ്ഞാലൊന്നും മതിയാവുകയില്ല. പ്രേമം മൂത്ത് അത് ഒരു അനുരാഗത്തിന്റെ അവസാനത്തിൽ എത്തിയിട്ട് നമുക്ക് വല്ലതും പറയാൻ ഭ്രാന്തി എന്ന വാക്കേ ഉള്ളൂ. KC അബ്ദുള്ള മൗലവിയെ പലപ്പോഴും ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നിറവേറ്റിയിട്ടേ അടങ്ങുകയുള്ളൂ. സംശയിച്ചു നിൽക്കുന്ന ഒരേർപ്പാടേയില്ല. ചോദിച്ചാൽ പറയും, അതിനൊക്കെ ഒരു ഭ്രാന്ത് വേണട്ടോ, കാര്യകാരണം മാത്രം ആലോചിച്ചാൽ പറ്റുകയില്ല, തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള ഒരു ഭ്രാന്ത് വേണം. അങ്ങനെ അദ്ദേഹം ചേന്നമംഗലൂർ ഹൈസ്കൂളൊക്കെ സ്ഥാപിച്ചത് അങ്ങനെയാണ്. റോഡിനരികത്ത് വിധി നടന്നപ്പോൾ ഉയർന്നു വന്നൊരു സ്ഥാപനം. ഇത് UK നമ്മുടെ കവി, എക്കാലത്തെയും ഏറ്റവും വലിയ മഹാകവി ചേന്നമംഗലൂർ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞ കവിതയാണ്. അത് മദ്ഹായിട്ടും ദമ്മായിട്ടും അർത്ഥം വെക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി ആ റോഡിന്റെ വക്കിൽ വന്നപ്പോൾ അവിടെ ഇതാ മഹത്തായ ഒരു സ്ഥാപനം ഉയർന്നു വന്നിരിക്കുന്നു. ഇതാണ് നല്ല അർത്ഥം. വേറൊരർത്ഥം, യാതൊരു ആസൂത്രണവുമില്ലാതെ ഗതാഗത സൗകര്യമില്ലാതെ ശാന്തപുരത്തെ വെല്ലുവിളിക്കുന്ന അത്രയും പ്രയാസകരമായ റോഡുകളോടുകൂടിയ ഒരു നാട്ടിൽ പടച്ചോന്റെ വിധി വന്നപ്പോൾ റോഡിന്റെ വക്കത്ത് ഒരു സ്ഥാപനം ഉണ്ടായി എന്ന അർത്ഥത്തിലും അത് തന്നെ നമുക്ക് കണക്കാക്കാം. അങ്ങനെയൊക്കെയുള്ള ആ പ്രദേശത്തെ ഒരു വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയെടുത്തത് KC അബ്ദുള്ള മൗലവിയുടെ ഈ നിശ്ചയദാർഢ്യമായിരുന്നു. ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹാജി സാഹിബുമായുള്ള സംവാദത്തിന്റെ സന്ദർഭത്തിൽ വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാം, ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോഴും യാത്ര ചെലവ് തരുന്നില്ല. ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുകയല്ലാതെ പോകാൻ പൈസ വേണ്ടേ? അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ അല്പം മാറിയിരിക്കുകയുണ്ടായി.
കാരണം എനിക്കറിയാം ഹാജി സാഹിബിന്റെ മലയാളം. ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ എനിക്ക് തൽക്കാലം ദേഷ്യം പിടിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ് അർത്ഥം. ഞാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാജി സാഹിബ് വിളിച്ച് വേറൊരു കാര്യം പറഞ്ഞു. അതവിടെ അവസാനിക്കുകയും ചെയ്തു. അന്ന് ഞാൻ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ വരുമായിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തെ ചുണ്ടികളും വൈകാരികതയൊക്കെ അടക്കി നിർത്തുവാൻ പ്രസ്ഥാന പ്രവർത്തകർക്ക് വല്ലാതെ സാധിക്കേണ്ടതായിട്ടുണ്ട്. സഹപ്രവർത്തകനെ സഹിക്കുക, വഹിക്കുക, പൊറുക്കുക, മറക്കുക, അതിനപ്പുറം പ്രാർത്ഥിക്കുക, ഈ അഭ്യാസമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ തെർബിയത്ത് എന്ന വിദ്യാഭ്യാസം. പ്രബോധനത്തിന്റെ വേറൊരു വശം പറയുമ്പോൾ ഞാൻ നമ്മുടെ ഹൽക്ക അമീർ കല്യാണം കഴിച്ച കൊണ്ടോട്ടി എന്ന നാടിനെ ഓർമ്മിച്ചു പോകുന്നു. കൊണ്ടോട്ടി എന്ന നാടിനെപ്പറ്റി പറയുമ്പോൾ എ കെ ഗോപാലൻ സോവിയറ്റ് റഷ്യയിൽ പര്യടനം നടത്തിയിട്ട് താഷ്കന്തും കൊണ്ടോട്ടിയും എന്ന തലക്കെട്ടിലെഴുതിയ ലേഖനം ഓർത്തുപോകുന്നു. താഷ്കണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായ എ.കെ.ജിയുടെ ദൃഷ്ടിയിൽ എന്തുമാത്രം വളർന്നിരിക്കുന്നു ആ മുസ്ലിം ഉൾനാടൻ പ്രദേശം. അതവസരത്തിൽ ഈ മുസ്ലിം പ്രദേശമായ കൊണ്ടോട്ടി എത്ര പിന്നോക്കാവസ്ഥയിലാണ്. എനിക്ക് സങ്കടം തോന്നുന്നു. അവിടുത്തെ ബീഡി തെരപ്പുകാരായ തൊഴിലാളികൾക്ക് കമ്മ്യൂണിസം മനസ്സിലായി കിട്ടിയെങ്കിൽ എന്നാണ് എ.കെ.ജി എഴുതിയത്. ആ ബീഡി തൊഴിലാളി അതിൽ കമ്മ്യൂണിസ്റ്റുകാരനും ജമാഅത്തെ ഇസ്ലാമിക്കാരനും വട്ടത്തിലിരുന്ന് ബീഡി തെറുക്കുകയാണ്. ആ തെറുത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രബോധനം വരും. പ്രബോധനം വരുമ്പോൾ ജമാഅത്ത് പ്രവർത്തകർ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചു. എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ വായിക്കുക, ശബ്ദഭംഗിയുള്ള ഒരാൾ വായിക്കുക, എല്ലാവരുടെയും തൊഴിൽ അദ്ദേഹത്തിൻ്റെയും തൊഴിലായി കണക്കാക്കി തുല്യവിഹിതം അദ്ദേഹത്തിന് നൽകുക. വേറൊരു ദിവസം വേറെ ഒരാൾ വായിക്കുക. ഇങ്ങനെ പ്രബോധനം വഹിക്കുന്നു. ആ പ്രബോധനം സഹപ്രവർത്തകരായ മാർക്സിസ്റ്റ് സഖാക്കളും കേൾക്കേണ്ടി വരുന്നു. അങ്ങനെ ആ സഖാവ് ഫൈദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം, ഇന്നലെ ചെങ്കൊടി പിടിച്ച സഖാവ്, ദേശാഭിമാനിയുമായി കക്ഷത്ത് വെച്ച് നടന്ന സഖാവ് ഇപ്പോൾ പ്രബോധനത്തിന്റെ വായനക്കാരനായി മാറുന്നു. ഇ.ജെ. മമ്മു സാഹിബിനെ നിങ്ങൾ പ്രബോധനത്തിൽ വായിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ്. അദ്ദേഹം എങ്ങനെയാണ് മാർക്സിസ്റ്റ് ചിന്തകനായ എന്നെ വാദപ്രതിവാദത്തിന് വിളിച്ചപ്പോൾ ഞാൻ തന്നെ ഉള്ളിലൊരു ചെറിയ കിടിലം കൊണ്ടിട്ടുള്ള, ഒരുപക്ഷേ ഞാൻ മനസ്സിലാക്കാത്ത പല പോയിന്റും ഇദ്ദേഹം പറഞ്ഞാൽ എന്നൊക്കെ ചിന്തിക്കേണ്ടി വന്ന ഇ.ജെ. മമ്മു സാഹിബ് എങ്ങനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് വന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നെ അദ്ദേഹം ഒരു സ്നേഹസംവാദത്തിൽ, മുസ്ലിംമാർ മൗലവിമാർ നമ്മുടെ വാദപ്രതിവാദമല്ല, സന്തോഷകരമായ ഒരു ആശയ സംവാദത്തിന് ക്ഷണിച്ചു. ഞാൻ വിചാരിച്ചു പോകാതിരിക്കുന്നത് മോശമാണ്, വരുമ്പോലെ വരട്ടെ. പക്ഷേ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഒരു തടസ്സമായിരുന്നു. അതുകൊണ്ട് ആ സംവാദം നടന്നില്ല. പിന്നെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ ഒരു മഗ്‌രിബ് നമസ്കാരത്തിന് ഉടനെ ചാറൽ മഴയത്ത് മങ്ങിക്കത്തുന്ന ഒരു ചെറിയ വിളക്ക് വീട്ടിലിരിക്കെ മമ്മു സാഹിബും സംഘവും കയറി വരികയാണ്. എനിക്ക് ഉൾക്കിടിലം വർദ്ധിക്കുന്നു. വാദപ്രതിവാദത്തിന് വരികയല്ലേ? ഉള്ള ചായ കൊടുത്ത് നമ്മൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മമ്മു സാഹിബ് പറയുന്നു, ഇന്ന് ഞങ്ങൾ വന്നത് സംസാരിക്കാനൊന്നുമല്ല, അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ, ഞങ്ങളെ നാട്ടിൽ ഒരു ഹൽക്ക രൂപീകരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇപ്പോൾ ഹൽക്ക ജമാഅത്തിന്റെ പേരിൽ വേണ്ട, അതവിടെ യേശുകയില്ല. അതുകൊണ്ട് നാസിറുൽ അനാം എന്നോ മറ്റോ പറഞ്ഞിട്ട് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാകും. എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ എന്നെ തർക്കിച്ച് തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രബോധനത്തിന്റെ ഫയലുകൾ മുഴുവൻ ശേഖരിച്ച് അങ്ങോട്ട് വായിച്ചു തീർത്തതാണ്. അതോടുകൂടി മനഃപരിവർത്തനം അദ്ദേഹത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എന്താണ് പ്രബോധനത്തിന്റെ ഈ മലയാളത്തിലുള്ള പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിന് മറുവശവുമുണ്ട് എന്ന് ഉബൈദ് സാഹിബിനും മറ്റും എനിക്കും ഒക്കെ അറിയാവുന്നതാണ്. ആദ്യകാലത്തെ പ്രബോധനത്തിന്റെ ഭാഷ മലയാളം തന്നെയാണെങ്കിലും സംസ്കൃതത്തിന്റെ നല്ല ചേരുവ അതിലുണ്ടായിരുന്നു. നാടൻ മലയാളം എന്നതിന് പറയാൻ പ്രയാസമായിരുന്നു.
അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് വേണ്ടത്ര അത് മനസ്സിലാക്കാൻ പ്രയാസം തോന്നിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം ഭാഷയേക്കാൾ അധികം അതിൻ്റെ ആശയവും ആ ആശയത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരുന്ന പദസങ്കേതങ്ങളുമാണ്. ആ പദത്തിലേ അത് പറയാൻ നിവൃത്തിയുള്ളൂ. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന് പറയേണ്ടതിന് വേറൊരു മലയാളം പറയാൻ സാധ്യമല്ല. പക്ഷേ സാധാരണക്കാരനായ കേരളത്തിലെ ഒരു ശരാശരി മുസ്ലിമിന് അതുപോലുള്ള പദങ്ങൾ കടിച്ചാൽ കൂട്ടുകയില്ല. ഇങ്ങനെയുള്ള പ്രശ്നമാണ്. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ആശയപരമായ കട്ടിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത്. മൗദൂദി സാഹിബ് ആദ്യമായി സംബോധന ചെയ്തത് സമൂഹത്തിലെ ബുദ്ധിജീവി വിഭാഗങ്ങളോടാണ്. ഉയർന്ന വിഭാഗത്തിലെ അഭ്യസ്തവിദ്യരും ബുദ്ധിജീവികളുമായ ആളുകളെയാണ് മൗദൂദി സാഹിബ് സംബോധന ചെയ്തിട്ടുള്ളത്. അവരുടെ ഭാഷയിൽ അവരുടെ ശാസ്ത്രമെടുത്തുകൊണ്ട് അതിനെ അവരെക്കാളധികം മനസ്സിലാക്കി അവരെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു സയ്യിദ് അബുൽ അല മൗദൂദി. അതുകൊണ്ട് അതിന്റെ തർജ്ജമകൾ മലയാളത്തിലാകുമ്പോൾ കൂടുതലായിട്ടും ആളുകളിൽ പലർക്കും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായി. അതിലൊരു രസികൻ കഥയാണ്, സംഭവമാണ് ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ ഗൾഫ് എഡിഷന്റെ പത്രാധിപർ ഹംസ അബ്ബാസ് അതേ പ്രബോധനത്തിൽ അതിനേക്കാൾ മുഞ്ചുള്ള നല്ല കട്ടിയുള്ള ഭാഷയിൽ ഒരു ലേഖനം എഴുതി. ചാന്തപുരം വിദ്യാർത്ഥിയോ മറ്റോ ആയിരിക്കുമ്പോൾ ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ലേഖനമാണ്. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പിടികിട്ടുന്നതല്ല. അങ്ങനെ കുറ്റ്യാടിയിലെ കോളേജിന്റെ സ്ഥാപനത്തിനും മറ്റും അടിത്തറയായ ബാവാച്ചി ഹാജി സാഹിബ് അവർകൾ ഈ ലേഖനം വല്ലാതെ ശ്രദ്ധിച്ചു വായിച്ചു. കാരണം അദ്ദേഹത്തിന് ഹംസ അബ്ബാസിന്റെ ഹംസയുടെ പിതാവായ അബ്ബാസ് ഹാജിയുമായി വല്ലാത്ത വ്യക്തിബന്ധമായിരുന്നു. അബ്ബാസ് ഹാജിയുടെ മകൻ ഹംസ ശാന്തപുരത്തെ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഇത്ര വലിയ നല്ല ഒരു ലേഖനം എഴുതിയല്ലോ എന്ന ഒരു അഭിമാനബോധമായിരുന്നു ബാവാച്ചി ഹാജിക്കുള്ളത്. അദ്ദേഹം അത് പലരോടും പറഞ്ഞു, എന്നോടും പറഞ്ഞു. ഹംസയുടെ ലേഖനം വായിച്ചോ, ഹംസയുടെ ലേഖനം വായിച്ചോ എന്നൊക്കെ ചോദിച്ചു. കുറേയൊക്കെ പറഞ്ഞ ശേഷം അവസാനം അല്പം പതിങ്ങിയ സ്വരത്തിൽ എന്നോട് പറഞ്ഞു, അതൊന്ന് മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ ഞങ്ങളെപ്പോലത്തവർക്ക് ഒന്നുകൂടി ആശ്വാസത്തിൽ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അപ്പോഴും ബാവാച്ചി ഹാജി ധരിക്കുന്നത് തന്റെ വീഴ്ച കൊണ്ട് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അല്ലാതെ ലേഖനത്തിലെ കുഴപ്പമല്ല അദ്ദേഹം പറയുന്നത്. ആ ഹംസ അബ്ബാസ് പ്രബോധനത്തിന്റെ ട്രെയിനിങ്ങിൽ നിന്നാണ് ഇപ്പോൾ ഗൾഫ് മാധ്യമത്തിന്റെ എഡിറ്ററായി തീർന്നിട്ടുള്ളതെന്ന് അദ്ദേഹം അറിയാൻ വേണ്ടി ഞാനിതിവിടെ പറയുകയാണ്. അതുപോലെ അബ്ദുറഹിമാൻ സാഹിബ് ഈ KC അബ്ദുള്ള മൗലവി ബിസിനസ് ആവശ്യാർത്ഥവും മറ്റും പ്രബോധനത്തിൽ നിന്നൊഴിവായി. ഹാജി സാഹിബിന്റെ ശേഷം ടി മുഹമ്മദ് സാഹിബിന്റെ ശാരീരികാവസ്ഥ രോഗമുണ്ടായിരുന്നു. അതും ശരിയായി ടി മുഹമ്മദ് സാഹിബ് വന്നപ്പോൾ പിന്നെ സംഭവിച്ചത് അത് അവിടെ വെച്ചല്ല, എടിയൂരിൽ വെച്ചല്ല, കോഴിക്കോട്ടേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ടി മുഹമ്മദ് സാഹിബ് എഡിറ്ററും ഞാൻ സബ് എഡിറ്ററുമായിട്ടാണ് പിന്നെ പ്രബോധനം നടക്കുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത് 3ാം ക്ലാസ്സും 5ാം ക്ലാസ്സും എന്ന സംഗതി. അപ്പം ടി മുഹമ്മദ് സാഹിബ് 3ാം ക്ലാസ് ആയതുകൊണ്ട് എന്നെക്കാൾ ഒരുപാട് വിവരം അദ്ദേഹത്തിന് കൂടുതലുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആ ബുദ്ധിപരമായ അഗാധമായ കഴിവിനെ ഞാൻ പലപ്പോഴും ചൂഷണവും ചെയ്യും. ഒരു കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. ഒരുപാട് ഡിക്ഷണറിയും പുസ്തകവും ഒക്കെ നോക്കേണ്ട ചില പോയിന്റുകളുണ്ടാവും. എന്നാൽ നല്ല ഒരു സമയത്ത് ടി മുഹമ്മദ് സാഹിബിനോട് ഇതിന്റെ അർത്ഥം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രദ്ധ പതിഞ്ഞു കിട്ടിയാൽ പിന്നെ മൂപ്പരായിക്കൊള്ളുന്നത്. എനിക്കെന്തെങ്കിലും വേറെ പണിയെടുക്കുകയോ പത്രം വായിക്കുകയൊക്കെ ചെയ്യാൻ കഴിയും. ഇങ്ങനെയൊക്കെ വലിയ ഉപകാരം ചെയ്ത ആളാണ് ടി മുഹമ്മദ് സാഹിബ്. സംസ്കൃതം പഠിക്കാതെ 3ാം ക്ലാസ്സിൽ മലയാളം പഠിച്ചിട്ട് ഭാരത സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ മലയാളിമയ്ക്ക് സമ്മാനിച്ച ദേഹമാണ് ടി മുഹമ്മദ് സാഹിബ് എന്ന് നമ്മുടെ സമൂഹം മനസ്സിലാക്കേണ്ടതാണ്. എന്റെ അറിവിൽ ഇന്നോളം ആ പുസ്തകത്തിന് പി പരമേശ്വരനടക്കം ആരും ഒരു മറുപടി പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല. മൗനം പാലിക്കുകയോ അർത്ഥഗർഭമായ മൗനം പാലിക്കുകയോ
കൊള്ളാം എന്ന് പറയുകയോ ഒക്കെ ചെയ്യുകയല്ലാതെ ഇതിനെ നിശിതമായി നിരൂപണം ചെയ്യുന്ന ഒരു പ്രബന്ധം മലയാളത്തിൽ വന്നതായിട്ട് ഞാൻ കാണുന്നില്ല. വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, ഏറ്റവും കൂടുതൽ നിശിതമായി വിമർശിക്കപ്പെട്ട സയ്യിദ് അബുൽ അലാ മൗദൂദിയുടെ കൃതിയാണ് സെക്യുലറിസം, ഡെമോക്രസി, നാഷണലിസം എന്ന 3 പദങ്ങൾ വിശദീകരിക്കുന്ന ചെറുഗ്രന്ഥം. അതൊരു അടിസ്ഥാന ഗ്രന്ഥമാണ്, ഒരു ക്ലാസിക് കൃതിയാണ്. അത്ര ചുരുക്കത്തിൽ 3 ആശയപ്രപഞ്ചങ്ങളെ അദ്ദേഹം വല്ലാതെ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഏറ്റവും ഒടുവിലത്തെ അവശേഷിക്കുന്ന ലോക മുസ്ലിം സമുദായത്തിൽ അവശേഷിക്കുന്ന കേരളത്തിലെ 2 മുസ്ലിം ബുദ്ധിജീവികൾക്ക്, ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്, അവർക്ക് പറയാനുള്ളത് മതമൗലികവാദം പറഞ്ഞു കളഞ്ഞു, സെക്യുലറിസത്തെ എതിർത്ത് കളഞ്ഞു, ഡെമോക്രസിയെ ചോദ്യം ചെയ്ത് കളഞ്ഞു എന്നല്ലാതെ അങ്ങനെ പറയുന്നതിന് പകരം നിങ്ങൾക്കതിന് ബുദ്ധിപരമായ ഒരു മറുപടി എഴുതരുതേ. ഇന്ന കാരണങ്ങളാൽ ഈ പരാമർശം തെറ്റാണ്, ഡെമോക്രസിയെപ്പറ്റി നിങ്ങളുടെ വിലയിരുത്തൽ പഠിച്ചിട്ടല്ല, സെക്യുലറിസം അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ ഒരു പ്രബന്ധം ഭൂലോകത്ത് ഇതിനെതിരായിട്ട് വന്ന ഒരു വർത്തമാനവും ഞാൻ കേട്ടിട്ടില്ല. നേരെ മറിച്ച് പഴയ കാലത്തെ മതപണ്ഡിതന്മാരുടെ വാദപ്രതിവാദം പോലെ ഇതങ്ങനെയായിപ്പോയി, നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഭാരതത്തിന്റെ അടിയൊഴുക്കുകൾ പ്രകാശനം പുറത്തു കൊണ്ടുവന്നത് പ്രബോധനമാണ്. ടി മുഹമ്മദ് സാഹിബ് എഡിറ്ററായിരിക്കെയാണ് അത് എഴുതിയിട്ടുള്ളത്. അങ്ങനെ പ്രബോധനം ഇപ്പോഴത്തെ അതിൻ്റെ യുവാക്കൾ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ജീവിത പ്രശ്നങ്ങളിലും മതപ്രശ്നങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കുറെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന്. ഞാൻ പറയുന്നു, അതിലുള്ള തെറ്റിദ്ധാരണയുടെ ഭാഗം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. മറുപടി പറഞ്ഞ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. വളാഞ്ചേരിയിൽ സാദാത്തുകളും ഉലമാക്കളും ഉൾപ്പെട്ട ഒരു മഹാമതസമ്മേളനം സുന്നി സഹോദരങ്ങളുടെ പണ്ഡിതന്മാരുടെ വക നടന്നിരുന്നു. പ്രബോധനവും ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ ആദ്യഘട്ടത്തിലും വളാഞ്ചേരിയിലുമായതുകൊണ്ട് അവരുടെ പ്രസംഗ വിമർശനങ്ങളുടെ കുന്തമുനകൾ മുഴുക്കെ പ്രബോധനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും നേരെയായി. അതിനുണ്ട് ചുട്ട കൊച്ചു മറുപടികളുടെ ഒരു പ്രതിലേഖനം പ്രബോധനത്തിൽ വന്നിരിക്കുന്നു. ഒരു വരിയിലാണ് ഓരോ മറുപടി വായിക്കേണ്ടതാണ്. അന്നത്തെ ഒരു മറുപടി മാത്രം ഞാൻ പറയാം. പ്രബോധനം എന്ന് പറഞ്ഞാൽ പ്രബോധനം എന്നാണ് അർത്ഥം. മുതലാളിമാരെ പണം തരിക എന്നാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പ്രസംഗിച്ചു ഒരാൾ. അദ്ദേഹം ഭ ആക്കി മാറ്റി. അതിന് പ്രബോധനത്തിലെ മറുപടി മലയാളത്തിലെ ഒരുപാട് ആളുകൾക്കറിയുന്ന ഒരു വാക്ക് ഇങ്ങനെ പ്രസംഗത്തിൽ കൃത്രിമം ചെയ്യാൻ കഴിയുന്ന മതപണ്ഡിതൻ വിശുദ്ധ ഖുർആനും ഹദീസും അറബി ഭാഷയിൽ എന്തെല്ലാം തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും ജനങ്ങളെ നിങ്ങൾ അറിയിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക. എന്തൊരു സുഖമുണ്ട് മറുപടി. ഞാൻ നേരത്തെ പറഞ്ഞു, മൗലവിയും ജമാഅത്തിന് നേരെ 17 പേജിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന് മറുപടി ഉണ്ടായിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയും തെരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞുകൊണ്ട് 7 പണ്ഡിതന്മാരുടെ ഒരു ഫത്വ ഇറങ്ങുകയുണ്ടായി. ഫത്വ അച്ചടിച്ച് വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കിട്ടി. അത് അച്ചടിച്ച് വന്നതും പ്രബോധനത്തിൽ മറുപടി വന്നതും ഒരേ സമയത്തായിരുന്നു. വായിക്കാൻ സാധിക്കും. ചെറിയ മറുപടികളാണ്. ഇങ്ങനെ പല പ്രശ്നങ്ങളിലും മതപരമായ പ്രശ്നങ്ങളിൽ പ്രബോധനം ശക്തിയായിട്ട് ഇടപെട്ടിട്ടുണ്ട്. നല്ല ഓർമ്മ എനിക്കില്ലെങ്കിലും തെറ്റുണ്ടെങ്കിൽ ധാരണ തിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഒരുപക്ഷെ എടയൂര് അല്ലെങ്കിൽ വളാഞ്ചേരി മർഹൂം സീതി സാഹിബ് അവർകൾ മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ട് ആദ്യകാലത്തൊരു പ്രസംഗം ചെയ്തു. അന്ന് ലീഗിന്റെ ഇസ്ലാമിക രാഷ്ട്രവാദം തളർന്നു കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. വിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ
അദ്ദേഹത്തിന്റെ പ്രസംഗം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: ഹുക്കൂമത്തെ ഇലാഹിയയ്ക്ക് വേണ്ടിയാണ് പോൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു ആശയത്തിന് വേണ്ടി അവരെന്തിന് മുസ്ലിം ലീഗ് വിട്ടുപോകണം? ലീഗിൽ തന്നെ അതിന് പരിഹാരമുണ്ടല്ലോ എന്നായിരുന്നു പ്രസംഗത്തിന്റെ ചുരുക്കമെന്ന് ഞാൻ ഓർക്കുന്നു. ഇതിന് നമ്മുടെ മരിച്ചുപോയ ഹാജി സാഹിബിന്റെ ഭാര്യയുടെ അനുജത്തിയെ കല്യാണം കഴിച്ച ടി ഇസ്ഹാഖ് മൗലവി അവർകൾ നല്ല ഒന്നാന്തരം മറുപടി പ്രബോധനത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇങ്ങനെ മതകാര്യത്തിൽ പോലും പ്രബോധനം ചുമ്മാ മൗനം പാലിക്കാറിൽ ആവശ്യമുണ്ടെങ്കിൽ ഇടപെടാറുണ്ട്. അത് മറുവശത്ത് ഇടമറുക് ഖുർആനെ ചോദ്യം ചെയ്തപ്പോൾ ശരീഅത്ത് വിവാദത്തിന്റെ പ്രമാദമായ വാദപ്രതിവാദ സന്ദർഭങ്ങളിൽ പ്രബോധനം അതിന്റെ നിലവാരത്തിനനുസരിച്ച് അത്യുന്നതങ്ങളിൽ ഉയരുകയുണ്ടായി. അത് മുഴുവൻ വളരെ സമർത്ഥമായിട്ടാണ് പ്രബോധനം അതിന്റെ നടത്തിപ്പുകാരും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു നീണ്ട പാരമ്പര്യത്തിലൂടെയാണ് പ്രബോധനവും ജമാഅത്തെ ഇസ്ലാമിയും വന്നിട്ടുള്ളത്. ഒരു കാര്യം മാത്രം പ്രബോധനം നടത്തിപ്പുകാർ ശ്രദ്ധിച്ചതാണ്, ഇനിയുള്ളവരും ശ്രദ്ധിക്കും. അതെന്താന്ന് പറഞ്ഞാൽ 1948 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പുനർരൂപീകരിക്കപ്പെട്ടു. അതിനു മുമ്പുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. വിഭജനത്തിന് ശേഷം വിഭക്ത ഭാരതത്തിലെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 1948 രൂപീകരിക്കപ്പെട്ടു. 1949 പ്രബോധനം ആരംഭിച്ചു. അതിനർത്ഥം പ്രസ്ഥാനം പ്രബോധനത്തിന്റെ മുന്നിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രബോധനത്തിന്റെ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ അത് സമൂഹത്തിന്റെ മുന്നിൽ നടക്കുകയും പ്രസ്ഥാനം അതിനെ നയിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഇനിയും പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചുകൊണ്ട് തലമുറകൾക്ക് മഹത്തായ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് സംഭാവന ചെയ്തുകൊണ്ട് പ്രബോധനത്തിനെയും വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ 80ാമത്തെ വയസ്സിൽ അറബി കവി സാമ്രാട്ട് സുഹൈർ ബിൻ അബി സുൽമ പാടിയിട്ടുണ്ട്: സഇൻ തൂത കാലിഫൽ ഹയാത്തി വമൻ യയിഷ് സമാനീന ഹൗലല്ലാ അബാലകി യസ്അമി. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. 80 വയസ്സായാൽ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾ കണ്ട് മടുത്തുപോകും എന്നാണ് കവി സാമ്രാട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അഭിപ്രായം 81ാമത്തെ വയസ്സിലും ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്ക് പറയുവാനുള്ളത് ഒരു പുതിയ ലോകത്തിന്റെ സൃഷ്ടി, അല്ലാഹുവിന്റെ പരമാധികാരം, വതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യാ, ദൈവത്തിന്റെ പരമാധികാരം അന്തരീക്ഷത്തിൽ ആകാശങ്ങളിൽ മുഴങ്ങുന്ന ഒരു പുതിയ ലോകത്തിന്റെ സൃഷ്ടി, നിലവിലുള്ള ജീവിക്കാൻ അരുതാത്ത, നിലനിൽക്കാൻ അവകാശമില്ലാത്ത, ചവിട്ടിത്തേക്കപ്പെടേണ്ടുന്ന അധർമ്മങ്ങളുടെ, അനാചാരങ്ങളുടെ, ജീർണതകളുടെ കൂടാരമായ നിലവിലുള്ള ലോകം തട്ടിമാറ്റിക്കൊണ്ട് പുതിയൊരു ലോകത്തിന്റെ സൃഷ്ടി. ഇതാണ് നമ്മുടെ പ്രവർത്തകരെ, പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കേണ്ടുന്ന ദുനിയാവിലെ ലക്ഷ്യം. ഇഖാമത്തുദ്ദീൻ എന്ന അറബി ഭാഷ മലയാളീകരിച്ചാൽ പുതിയൊരു ലോകത്തിന്റെ സൃഷ്ടി എന്ന് മാത്രമാണ് ഇതിന്റെ അർത്ഥം. ഫർദ് കി ഇർത്തിഖ, വ്യക്തിയുടെ കഴിവുകളുടെ വികാസം, മുആശറക്കി താമീർ, സമൂഹത്തിന്റെ നിർമ്മാണം, ഔർ റിയാസത്ത് കി തശ്കീൽ, ഒരു രാഷ്ട്രത്തിന്റെ സംവിധാനം. ഇത് മൂന്നും ചേരുമ്പോൾ ഒരു പുതിയ ലോകത്തിന്റെ സൃഷ്ടിയാണ് സംഭവിക്കുന്നത്. ഇത് സംഭവിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ, ഇതിനു വേണ്ടിയുള്ള ബലിയർപ്പണമാണ്, ഇതിനു വേണ്ടിയുള്ള ആവേശകരമായ മുന്നേറ്റമാണ്. ഇക്കാലത്തും ഇസ്ലാമിക പ്രസ്ഥാനത്തെ നയിക്കേണ്ടുന്ന ആദർശപരമായ ചാലകശക്തി ആ ഒരു ആവേശത്തിലാണ്. പുതിയൊരു ലോകം വരും. ഞാനല്ലെങ്കിൽ ഈ അമീറിനറിയാം, എന്റെ അമീറിനറിയാം, ഞാനൊരു ഉറുദു കവിതയിൽ ഒരു പാതിരാവിൽ പാടിപ്പോയിട്ടുണ്ട്, ഞാനല്ലെങ്കിൽ എന്റെ മകൾ സാജിദ അങ്ങനെയൊരു ലോകം കാണുമെന്ന്. എന്റെ ഒരു സുഹൃത്ത് അത് വായിച്ചപ്പോൾ തിരുത്തി, സാജിദയല്ലെങ്കിൽ അവളുടെ മകൾ മാജിദ അത് കാണുമെന്ന്. അങ്ങനെ
മാജിദയോ സാജിദയോ മാജിദയോ കാണട്ടെ, ഒരു പുതിയ ലോകത്തിന് വേണ്ടി നമുക്ക് കണിനിരക്കുക എന്ന സന്ദേശമാണ് 60-ാം വയസ്സിലെ പ്രബോധനം നമുക്ക് നൽകുന്നത് എന്ന സന്ദേശം സ്വയം ഉൾക്കൊണ്ടും നിങ്ങളിലേക്ക് പകർന്നും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ മഹത്തായ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഈ സമാപന പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്തോടുകൂടി ഇത്രയും ഭംഗിയായി ഈ പരിപാടി ഇവിടെ അവസാനിച്ചതിൽ അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഭാഷയിൽ ദീനിന്റെ തൂമൊളി പരിലസിച്ചിടുന്ന പൊൻതാരകം. മലയാള ഭാഷയിൽ ദീനിന്റെ തൂമൊഴി പരിലസിച്ചിടുന്ന പൊൻതാരകം. പതിറ്റാണ്ടിൻ ആഘോഷവേളയിൽ കോരിച്ചൊരിയട്ടെ ഭാവുകങ്ങൾ. 6 പതിറ്റാണ്ടിൻ ആഘോഷവേളയിൽ കോരിച്ചൊരിയട്ടെ ഭാവുകങ്ങൾ, കോരിച്ചൊരിയട്ടെ ഭാവുകങ്ങൾ.